ആളുകളെ ഞാൻ പരിചയപ്പെടാം. ഞാൻ ഈ ബിസിനസ്സിൽ വരുമ്പോൾ കേരളത്തിൽ ഇതിന് പ്രോഗ്രാം പഠിക്കുക, കേരളത്തിൽ ഔട്ട്ലെറ്റ് ചെയ്യുക, പ്രോഡക്റ്റ് കിട്ടാറില്ല, ഒരു പേപ്പർ കഷ്ണം പോലും ഇതിനെ പ്രൊമോട്ട് ചെയ്യില്ല. ആ സമയത്ത് ആ ഒരു വ്യക്തി വന്നെന്നെ പരിചയപ്പെടുത്തും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ് ഗംഭീരമാകുമ്പോൾ. അപ്പോൾ ഡയറക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കിട്ടി, ഞാൻ ഡയറക്റ്റ് ചെയ്യണം, നേരിട്ടില്ല. അപ്പം അതാണ് എൻ്റെ പ്രശ്നം. ഞാനില്ല ആരാ അറിയാമോ, ബാങ്കിലുണ്ട്, അധ്യാപകനാണ്, വലിയ സംഭവമാണ്. അല്ലെങ്കിൽ എനിക്ക് തോന്നിച്ചിട്ട് കൂടുതലായിരുന്നു ഞാനെന്തോ സാധനം ഞാൻ തൂക്കി വെക്കണ്ടേ എന്ന ചോദ്യം തോന്നാണ് ഇരിക്കുന്നത്. ഇയാൾ എന്ന് പറയുമ്പോൾ 2 കിട്ടുന്നു പറയുമ്പോൾ ഞാൻ തൂക്കി വെക്കട്ടെ. അതാണ് ഇപ്പൊ കടന്നു നിന്ന മലയാളികളുടെ ഗുണപ്രമാണം. അപ്പോ പല തവണ അദ്ദേഹത്തിന് പറഞ്ഞു, ഞാൻ പറഞ്ഞ എന്റെ നാട്ടുകാർക്ക് ഡയറക്ട് മാർക്കറ്റിനെ കുറിച്ച് അറിയില്ല, അത് ഒരു സോപ്പ് ബുക്ക് ചെയ്താൽ കല്ല വരുമെന്ന് അറിയിപ്പ് വിശ്വസിച്ചത്, കടയിൽ പോയിട്ട് വാങ്ങിയാൽ ശരിയാവും നടത്തുമോ, അല്ലാതെ കാറ് കിട്ടുമോ, കാലത്രയോ വാങ്ങിയാൽ അവർ മാറില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തായാലും അറിയാം, പക്ഷെ എനിക്കറിയാം, പക്ഷെ അവർക്കറിയില്ലല്ലോ, അവരിലെ ഞാൻ കൊണ്ടുവരുന്നത്. അങ്ങനെ പല തടസ്സങ്ങളിലേക്ക് കടന്നു ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. 7ാമത്തെ തവണ അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ എന്തായാലും സോപ്പ്, ഫേസ് ഹെയർ ഓയിൽ, ഫേസ് വാഷ്, ഫേസ് ക്രീം ഇവിടെ നല്ല കടയിൽ പോകണം. 2 മാസം വാങ്ങിയിട്ട് എനിക്കൊരു ടെൻഷൻ കിട്ടും. 2 കൊല്ലത്തെ എക്സ്പയർ ഡേറ്റ് വരെയുണ്ട്. 3 മാസം മുഴുവൻ വെച്ചാൽ തീരും. ഇദ്ദേഹം സ്ട്രോങ് ആയിട്ട് പറയുമ്പോൾ എന്താണെന്ന് നോക്കാം. അങ്ങനെയാണ് ഇത് GTC-യിൽ അതിശക്തമായി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വസാണ്. അപ്പൊ ഞാൻ ബാങ്കിലൊക്കെ പോയി തുടങ്ങി. 4-5 മാസം കഴിയുമ്പോഴത്തേക്ക് 2-4 ആൾ അവിടെ ഇവിടെയൊക്കെ വന്നു. എനിക്കൊരു 300-400 കിട്ടാതായി. അങ്ങനെ ഞാൻ 2000 വർക്ക് ചെയ്തപ്പോ ലീവ് എടുത്ത് വർക്ക് ചെയ്തപ്പോൾ ആഴ്ചയിൽ ഒരു 2300 കിട്ടി. അപ്പൊ ഞാൻ ബാങ്കിൽ ഒരാഴ്ച ഞാൻ ചെയ്തപ്പോൾ എനിക്ക് 2000 വരുമാനം കിട്ടി. ബാങ്കിലെ മറ്റ് സ്റ്റാഫ് അറിയാം, ഒരാഴ്ച ജോലി ചെയ്താൽ ബംഗാളിക്ക് 7000 കിട്ടും, എനിക്ക് 2000. അപ്പൊ തുടക്കത്തിലെ വരുമാനം പോലും മറ്റുള്ളവർക്ക് കളിയാക്കാനുള്ളതാണ്. അങ്ങനെ 8-9 മാസം ഇവരുടെ വർത്തമാനവും സ്റ്റാഫ് കളിയാക്കിയതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. 11ാമത്തെ മാസം എന്റെ കൂടെയുള്ളവർക്ക് വരുമാനം കിട്ടി തുടങ്ങിയപ്പോൾ ഞാൻ ഇറങ്ങി. ആദ്യത്തെ താരങ്ങൾ വിന്നറായിട്ട് കേരളത്തെ ശക്തമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒരു സോപ്പ് കൊടുക്കാൻ ഓടണം, 2 GTS കൊണ്ടുവരാൻ ഓടണം, നാളേക്ക് ഓടണം. ഞാൻ ബൈക്കിൽ തരഞ്ഞു കയറി ഓടുമ്പോൾ മേഖലയിലുള്ള ചുറ്റുവട്ടത്തുള്ള ആളുകൾ പറയാം, ഇവന് പ്രാന്ത, ആ മേഖലയിൽ നല്ല കാര്യമുണ്ട്, അതാ കണ്ടുകൊണ്ട് കാണില്ല, നല്ല കാര്യമുണ്ട്. ആ മേഖലയിൽ ഇരുന്നാൽ പോലെ ആരോ തലയിൽ വിഷം കൊടുത്താണ് കളിയാക്കാൻ പണിയാണ്. കളിയാക്കാൻ ഒരാൾ പോലും എന്നെ വിട്ടില്ല. നിനക്ക് പ്രാന്താണ്, നിനക്ക് വിവരമുണ്ട്, ബുദ്ധിയില്ല, ആരും ചെയ്യാം. അപ്പൊ അന്ന് ഞാൻ മനസ്സിലാക്കി, ചരിത്രം എഴുതുന്നത് കാണികളല്ല, കളിക്കാരനാണ്. കാണികൾ എന്നും പറയാം. ഇപ്പൊ കണ്ടില്ലേ ഫുട്ബോളുകൾ എന്നോട് 1000-കണക്കിന് ആളുകൾ കാണികൾ ഗാലറി ഇരുന്നുകൊണ്ട് റൊണാൾഡോ അങ്ങനെ ചാടല്ലേ, മെസ്സി അങ്ങനെ പാസ് കൊടുക്കല്ലേ, അവരിവിടുന്ന് ചോദിച്ചാൽ എങ്ങനെ ഞാൻ കൊടുക്കുന്നത് ചോദിക്കാൻ അവരതിന് കേട്ടില്ലേ. അപ്പൊ കാണികൾ അഭിപ്രായം കേട്ടല്ല കളിക്കാൻ കളിക്കുന്നത്. അവർ കാര്യമുണ്ടാവുള്ളൂ. ഓ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും റോഡിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നൊക്കെ ഒരുപാട് പറയും, മക്കളെ ചരിത്രം എഴുതണമെങ്കിൽ കാണികളാവും കളിക്കാറുണ്ട്. അങ്ങനെ കളിച്ചെടുത്താണ് 4ാമത് വർഷമാകുമ്പോൾ ഈ കോണ്ടിനെന്റൽ കോർഡിനേറ്റർ ആകുകയും 70 ലക്ഷത്തിലേറെ വില വരുന്ന മേഖലയിൽ കൊണ്ട് മനസ്സിലായല്ലോ. ഇറങ്ങി 1 വർഷം കൊണ്ട് 2 വാങ്ങിയത് കളിക്കാറാണ്. ബാങ്കിൽ 11ാമത് തന്നെ കളിയാക്കിയിട്ട് 11ാമത് കൂടി വാങ്ങുന്ന ശമ്പളത്തേക്കാൾ കൂടുതൽ വാങ്ങിയെടുത്തത് കളിക്കാറാണ്, കാണിയല്ല. ഫുട്ബോളിനെ കുറിച്ച് സൈലൻസ് അവിടെ പറഞ്ഞില്ലേ, 195 രാജ്യങ്ങൾ പോകുന്നത്, UN 193 രാജ്യം, വെറും 45 രാജ്യങ്ങളെ കളിക്കുള്ളൂ. എല്ലാവരും കളിക്കാം, എല്ലാവരും ജയിക്കൂലാണ്, എല്ലാവരും യോഗ്യത കിട്ടൂല. 40 രാജ്യമുള്ളൂ. കണ്ടില്ലേ, അർജന്റീനയുണ്ട്, അൾജീരിയയുണ്ട്,
ഉണ്ടല്ലോ, ബ്രസീലുണ്ട് ഉണ്ടല്ലോ, ആരൊക്കെ 48 രാജ്യങ്ങളുണ്ട്, ഇറാഖുണ്ട്, ഐവറി കോസ്റ്റ്, ഇന്ത്യ. മനസ്സിലായ പ്രശ്നമല്ലേ? ചില കാര്യങ്ങൾ മനസ്സിലാവില്ല, ഉണ്ടായാലേ മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഏതെല്ലാം രാജ്യങ്ങളുണ്ട്, പണം വേണ്ടി വരാനുണ്ട്, അതുപോലെ പോർച്ചുഗലുണ്ട്, പാകിസ്ഥാൻ, ഇന്ത്യ ഉണ്ടോ, മെക്സിക്കോ ഉണ്ട്, മൊറോക്കോ ഉണ്ട്, നെതർലാൻഡും അതുപോലെ തന്നെ നോർവേ ഉണ്ട്. ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ ഏതാണ്ട് 48 രാജ്യങ്ങളെ കളിക്കുന്നുള്ളൂ. ഒരാൾ എന്നോട് പറയാ നല്ല ഫുട്ബോൾ കളി അർജന്റീന കേട്ടോ, പിന്നെ ഫ്രാൻസ്, പിന്നെ ബ്രസീലും. ഞാൻ ചോദിക്കും അത്രയും രാജ്യം എനിക്ക് അറിഞ്ഞോളൂ. അവൻ അറിയുന്നത് നല്ലത്. കളിക്കാൻ നോക്കൂ, ഇവർ കളിക്കുന്നത് ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു കളിക്കാരൻ എന്ന് പറഞ്ഞ റൊണാൾഡോ ഉണ്ട്, അറിയാലോ, പറങ്കിപ്പുറയുടെ നേതാവ്. പ്രതിഭ കൊണ്ടല്ല പറയുന്നത്, തുടർച്ചയായ ചെല്ലുകയാണ്. ഒരു ദരിദ്ര കുടുംബത്തിൽ അമ്മ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദരിദ്ര കുടുംബത്തിലാണ് ഒരു ബാലൻ. ചെറുപ്രായത്തിൽ തന്നെ ഫുട്ബോൾ കളിയുടെ സ്പോർട്സ് സ്കൂളിൽ ചേർന്നു. അപ്പോൾ അവർ ബൂട്ട് വേണം ആ കളിക്കാൻ. അമ്മ 4 വീട്ടിൽ ജോലി ചെയ്ത് 6ാമത്തെ വീട്ടിൽ പോയിട്ട് പറയുകയാണ്, ഇന്ന് 6 മണിക്കെങ്കിലും ബൂട്ട് വാങ്ങണം, അടുത്ത ആഴ്ചത്തെ പണിക്കൂലി കൂടി എനിക്ക് തരണം എന്ന് പറഞ്ഞ് എനിക്ക് വാങ്ങിയിട്ട് 7 മണിക്ക് അടയ്ക്കുന്നതിന് മുമ്പ് ബൂട്ട് വാങ്ങി തന്റെ മകനെ കളിക്കളത്തിലെത്തിയ ബാലനാണ് ഇന്ന് 2350 കോടി വരുമാനം വാങ്ങിയ റൊണാൾഡോയായി മാറിയത്. നമുക്ക് തരുന്നത് തളർത്താനല്ല, വളർത്താൻ. നമുക്ക് തരുന്നത് തകർക്കാനല്ല, രൂപാന്തരപ്പെടുത്താനാണ്. അതിന്റെ ലെവലിലേക്ക് പോകാനല്ല, രൂപാന്തരപ്പെടുത്താനാണ്. സ്പോർട്സ് സ്കൂൾ പോയപ്പോൾ വൈകുന്നേരം അവന് സ്വന്തം ഭക്ഷണം കഴിക്കണം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കളിക്കാനും പന്തിന് പിന്നാലൂടെ ക്ഷീണം കൊണ്ട് വൈകുന്നേരം സ്വന്തം പൈസ കൊണ്ട് ഭക്ഷണം കഴിക്കണം. റൊണാൾഡോയുടെ അടുത്ത് പണം കഴിക്കില്ല. തൊട്ടടുത്ത റെസ്റ്റോറന്റിലെ അവിടുത്തെ സപ്ലൈ ആയ 2 വനിതകളോട് പറയുകയാണ്, വൈകുന്നേരം ബ്രെഡ് വാങ്ങിയിട്ടെങ്കിൽ സാൻഡ്വിച്ച് വാങ്ങിയിട്ടെങ്കിൽ ചാനകളിമാരെ എനിക്ക് വെക്കണം, മാറ്റി വെക്കണമേ. അങ്ങനെ ഉതിർന്നു പോയതും പൊട്ടിയതുമായ സാൻഡ്വിച്ചും ബ്രെഡും വൈകുന്നേരം വാങ്ങിയെടുത്ത് ആ ഭക്ഷണം കഴിച്ചിട്ട് കളിച്ചവരാണ് 2350 കോടി വരുമാനം വാങ്ങിയ റൊണാൾഡോ. ചില പ്രയാസങ്ങളിലെ പ്രതിസന്ധികൾ അവർ വരുമാനം വളർന്നതിന് ശേഷം ആ വീട്ടമ്മമാരെ പോയി കണ്ട്, അല്ലെങ്കിൽ അന്നത്തെ ആ 2 കൊടുത്ത ആളുകളെ കണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്നതും ആശ്രയിക്കുന്നതായതുകൊണ്ട് വിജയിച്ചതിന് ശേഷം മുന്നിൽ പോയിട്ട് വന്നവരെ മറക്കാതെ അവരെ ആശ്രയിക്കുന്ന രംഗമുണ്ടാവണം. അങ്ങനെ നമുക്ക് കഴിക്കാനായി നിന്നവരെ ഓർക്കുക, പ്രതിസന്ധികളെ ഓർക്കുക. ചിന്ത നല്ലതാണ്, നമ്മൾ വളർത്താൻ നല്ലതാണ്. കടന്ന ചിന്തയാൽ അത് തകർക്കലേ. അതുകൊണ്ടാണ് മഴ പെയ്താല് 4-5 മണിക്കൂർ പെയ്ത പ്രളയം വരില്ലേ? പ്രളയം വന്നാൽ ഒട്ടാകെ പ്രശ്നമില്ലേ? പ്രശ്നം വന്നാൽ ആർക്കാവും? ചിന്തിച്ച് പ്രശ്നം ഉണ്ടാക്കുക, എന്നിട്ട് ടെൻഷൻ യാതൊന്നും അറിയുന്നുണ്ടാവും. ചിന്ത നമ്മൾ ഡ്രൈവിംഗ് കഴിക്കണം, എന്നിട്ട് ടെൻഷൻ ഇല്ല, പേടിയില്ല. പേടി വേണം, പേടി കൂട്ടുകാരനാവണം. പേടിയെ കൊണ്ട് വണ്ടിയ ഡ്രൈവറാകരുത്. എന്നെ നയിക്കുന്നത് പേടിയാണ്, പേടി വേണം കൂടെ. എന്താ അതിന്റെ പ്രശ്നമുള്ള അത് നയിക്കണം, പക്ഷെ അതിന്റെ കണ്ണിയായി മാറും. അയ്യോ ഞാറുണ്ടാവില്ല, ടെൻഷനാണ്. ഇത് മാറട്ടെ. എന്തെങ്കിലും മൂർത്തമായി പ്രവർത്തിക്കുക, എവിടെ കൃത്യമായി പറഞ്ഞു കുറച്ച് പുറത്തെടുക്കുക, അത് വേർപ്പെടുക, ഞാനത് പ്രൊമോട്ട് ചെയ്യുക, ആ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുക. നമ്മളെ പോലെ വളരാനുള്ള സാധ്യത അവർക്ക് കൊടുക്കുക, നമ്മളെ പോലെ വളർത്തിയെടുക്കാനുള്ള കഴിവും സപ്പോർട്ട് അവർക്ക് കൊടുത്തേക്കണം. എന്നിട്ടൊന്നും ആ ചെയ്തിട്ടൊന്നും ആയില്ലെങ്കിൽ ഓക്കെ, ചെയ്യാനൊന്നും ആവാതെ പ്രശ്നം. താൻ ചെയ്യേണ്ട പ്രവൃത്തി പരിശ്രമങ്ങളൊക്കെ ചെയ്തിട്ട് ഒന്നും ലഭിച്ചില്ലെങ്കിൽ വിധി എന്ന് പറയാം. ഇത് ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്റെ വിധി ഇങ്ങനെയാണ്. വിധി കുടിക്കാൻ പറയുന്നുണ്ട്. പരിശ്രമിക്കേണ്ടത് ശ്രമിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വിധിയെ പറയാം. മഴയെ തുടങ്ങിയാൽ മഴയെ പനി പിടിക്കുന്നു പറയാം, പഠിച്ച് പഠിച്ചിട്ട് പറയാം എന്റെ വിധി ഇങ്ങനെയാണ്. കൊടയില്ലാത്ത വിധിയാണ്. രാത്രി പോയ കുഴി വീണമെന്നറിയാം, മറ്റോടിക്കുന്നത് കൈ കട്ടിപ്പിടി എന്റെ വിധി ഇങ്ങനെയായി. ലൈറ്റടിക്കാത്ത തൊഴിലാണ്. എന്നിട്ട് പറയാണ് എനിക്ക് വേണ്ടി
എന്റെ കൂടെ ആരുമില്ല, എനിക്ക് വരുമാനമില്ല, എന്റെ ജീവിതം കട്ടപ്പുകയാണ്. ഇരുട്ടിനെ സ്ഥാപിച്ചതുകൊണ്ട് കാര്യമില്ല, ഒരു വിളക്ക് കൊടുത്താൽ ആറ്റിലുണ്ടാവും. ഇരുട്ടിനെ ചതിക്കുക, ഒരു വിളക്കിന്റെ കൊണ്ടി വെക്കുന്നോ ഞാൻ ചെയ്യൂല. ചിലർ എനിക്ക് കുറച്ച് വരുമാനം കിട്ടട്ടെ എന്നാ ഞാൻ പണിയെടുക്കാം. ഒട്ട പണിയെടുത്താലേ വരുമാനം കിട്ടൂ. വെള്ളത്തിൽ ഇറങ്ങിയാൽ നീന്താൻ പറ്റും. ചിലർ പറയും ഞാൻ നീന്തം പഠിച്ചേ വെള്ളത്തിലാണ്, അതെവിടെ നടക്കും എനിക്കറിയാൻ പാടില്ല. വെള്ളം നടക്കുന്നത് എന്തെങ്കിലും പണിയെടുക്കട്ടെ, എനിക്കറിയാൻ പാടില്ല. ചിലർ കടലിനോട് രക്ഷപ്പെടുക. ഓ സമാധാനം, നാം പാതി ദൈവം പാടും, എല്ലാം പാതിയാണ്. പിന്നെ പ്രാർത്ഥന, ദൈവത്തിന്റെ പാതി ദൈവം ചെയ്തല്ലോ, ഇനി എന്റെ പാതി നിങ്ങൾ ചെയ്യാം. സമാധാനം പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രവൃത്തിയോടൊപ്പം പ്രാർത്ഥനയുടെ കാലമുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥന പഠിച്ചത് പ്രാർത്ഥന. പിന്നെ കാര്യം മെല്ലെ തിന്നാം, വെള്ളം തിന്നാം, വെള്ളം ചെയ്യാം, അടുത്തൊന്നും ചെയ്യാം, മഴയൊന്നും കഴിയട്ടെ, മെല്ലെ തിന്നാൻ എല്ലാം തിന്നാ. മുഴുവൻ എനിക്ക് തരും, കണ്ണുകൊണ്ട് മറ്റൊന്നും പോകും. എന്തെങ്കിലും ഒരു പണി എടുക്കാതെ എന്തെങ്കിലും ഒന്നൊരു പണി കാര്യം, അല്ലെങ്കിൽ തോറ്റാനായ ഒരു പണിയില്ല, തോന്നിയ ഒരു കാര്യം എടുക്കാം. പിന്നെ ഒരു കാര്യം പണ്ട് നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, സൂക്ഷിച്ച് ചെയ്താൽ നന്നായി സൂക്ഷിച്ചാൽ ദുഃഖിക്കേ വേണ്ട. തിരുവനന്തപുരത്തെ ചെറുപ്പക്കാരെങ്കിലും സൂക്ഷിച്ച് 3 കിലോ കല്യാണം സൂക്ഷിച്ചു അവര് പറയുന്നത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതാണ്. എത്ര വെച്ചിട്ടാണ് അറിയാതെ ഇങ്ങനെ ഒരു പണി എടുക്കാതെ ഓരോന്നിന്റെ പിന്നാലെ പോകാറുണ്ട്. എനിക്കങ്ങനെ എവിടെ നമ്മൾ വരുമാനമാകുമ്പോൾ കൂടെയുള്ള ഒരുപാട് ആളുകൾ എക്കൗണ്ടിലേക്ക് വരുമാനം കിട്ടാനുള്ള പണിയാക്കുന്നത് ഒറ്റയ്ക്കല്ല പണിയെടുക്കുന്നത്. ഒരു നദി ഒഴുകുന്നത് കടലിൽ പതിക്കാൻ വേണ്ടി മാത്രമല്ല, അതിനിടയിലുള്ള ജീവിതങ്ങൾ സ്പർശിക്കാൻ വേണ്ടി കൂടിയാണ്. ഒരു ITC ആവുക, ഒരു WTC ആവുക, ഒരു NTC ആവുക, ഉടനെ ഒരുപാട് ആളുകൾ പച്ചത്തുരുത്തിണ്ടാക്കിയിട്ടാണ് കടലിലേക്ക് വന്നത്. അത് വെറുതെ ഒഴുകല്ല, നമ്മൾ ഒഴുകുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തെ സമ്പുഷ്ടമാക്കാനാണ്. അതാണ് നേരത്തെ പ്രത്യേകത. അത് ഇന്ത്യയിലെ അകലമായ പ്രസ്ഥാനമാണ്. സഹായിച്ചു ഒരാൾ ചെയ്യേണ്ട പണി കൂടെയുള്ളത് ഒന്നിച്ചെടുത്തും നേരിടും. വെറുതെ ഇരുന്നാലും കഴിവുള്ളവർക്കും കഴിവില്ലാത്തവർക്കും ഒരുമിച്ച് നിന്ന് നേട്ടമുണ്ടാക്കാം. അപ്പോ നമ്മൾ കൂടെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുക. അവർ കാര്യമൊക്കെ ഏൽപ്പിട്ടു. കൂടെയുള്ളവർ 10 കിട്ടൂല, കൂടെയുള്ള 10 കാര്യമായി വരാൻ കിട്ടും, കൂടെയുള്ള 3 കാര്യമായി 1 ലക്ഷം കിട്ടും. കൂടെയുള്ള മെച്ചമുണ്ടാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ കടലിലേക്ക് എത്തിച്ചില്ല. അതാണ് വിഷയത്തിന്റെ പ്രത്യേകത. കൂടെയുള്ള സപ്പോർട്ട് ചെയ്യുക. അത് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോ ഞാനൊരു ഉദാഹരണം പറയാം. അപ്പൊ ഞാൻ പറഞ്ഞത് കുറച്ച് കോഴികൾ പ്രത്യേക മഴയാണ്, കരുത്തിന്റെ കോഴികളാണ്. അതിങ്ങനെ പരിമിതമായ ഭക്ഷണത്തിലേക്ക് തുരുത്തിരിക്കാൻ താമസിക്കും. അപ്പോഴാണ് തള്ള കോഴിക്ക് എന്തോ സുഖം. കോഴി വാസനാന്തോ പറയും, അവരെന്താ പറഞ്ഞത് എനിക്കറിയാം, എന്താ എന്തോ സുഖം. അപ്പൊ ചെറുപ്പക്കാരനായ കോഴി പറയാണ്, ഇത് നമുക്കും പഴകും കേട്ടോ, അതുകൊണ്ട് മാറ്റി പാടും. അവിടെ അറിയാനുള്ള വേറെ കയറി തള്ള കോഴിയിലൂടെ ഒരാഴ്ച കഴിയുമ്പോൾ ഒരു കുഴി വന്നിട്ട് പറയാം, നിങ്ങൾ തള്ളക്കോഴിയുടെ കോഴി വാസന കയറാൻ തീരുന്നില്ല, പക്ഷെ വെള്ളവും ഭക്ഷണമില്ലാതെ അവർ ചാണായി. ഇതൊന്നും ശ്രദ്ധിക്കണം, ഇവരെ ശ്രദ്ധിക്കില്ല. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും കുഴി വന്നിട്ട് ആ വെള്ളം കിട്ടുന്നില്ല, ലോകയാണെന്ന് മാറി. അത് അവസ്ഥയായിട്ട് നിങ്ങളൊന്നും പോയി സഹായിക്കില്ല. ഒരാഴ്ച കഴിഞ്ഞാൽ കുഴി വന്ന് എന്നൊന്നും നോക്കിയില്ല, എന്നുള്ളത് നന്നായിട്ട് സംസ്കരിക്കണം. അപ്പോഴാണ് ഒരു കോപം. കാരണം ചത്താലാണ്, മരിച്ചാലാണ് അവരെ കുറിച്ച് ആഘോഷം പറയാം. അതുവരെ കുത്തുവാക്കുവാണ്. എന്ത് തള്ളക്കോഴിയായിരുന്നു. വയലിൽ വരുമ്പോൾ തന്റെ ജീവിതം സമർപ്പിച്ചിട്ട് നമ്മളെ സംരക്ഷിച്ചതാണ്. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചിരിക്കും, അല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിച്ചിരിക്കും, നമുക്ക് ഭക്ഷണം കഴിക്കും. എന്തൊക്കെ സപ്പോർട്ട് ചെയ്ത തള്ളക്കോഴിയാണ്, എന്തൊക്കെ വാക്കും 2001 പറഞ്ഞെങ്കിൽ. അപ്പൊ അവർ പറയാം നന്നായിട്ട് സംസ്കരിക്കണം. അവരൊരു പുഷ്പചക്രമൊക്കെ എടുത്ത് കൊണ്ട് സംസ്കരിച്ച് കുരി ചോദിക്കാറ്
നിശ്ചലമായി നിൽക്കുന്ന ആൾക്കെതിരാണ് പുഷ്പചക്രം. കണ്ണടഞ്ഞതിന് ശേഷം കൺമുന്നിൽ വന്നു നിന്നിട്ട് എന്ത് കാര്യം? കണ്ണടയുന്നത് വരെ കൂടെ ഉണ്ടാകണമായിരുന്നു. വന്നാൽ അവർ പ്രവർത്തിക്കുന്ന സമ്മതിക്കണം. മനുഷ്യരല്ല അന്ത്യയാത്രയിൽ നടന്നുകൊണ്ടിരുന്നല്ല, യാത്രയുടനീളം കൂടെ ഉണ്ടാവണം. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ഈ ബിസിനസ് നിങ്ങൾ സൗകര്യം സഹായിക്കും. ആ രീതിയിൽ ഈ ബിസിനസിനെ നമ്മളെ ജീവിതശൈലിയായിട്ട് ഏറ്റെടുത്താൽ നമുക്ക് വലിയ ലെവലിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ചെറിയ വ്യക്തി വിദ്യാഭ്യാസത്തിന്റെ പിൻബലം വേണ്ട, പ്രായത്തിന്റെ പിൻബലമില്ല, ഏത് പ്രായത്തിലും ചെയ്യാം. 1944 ജനിച്ചതാണ് മുൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ. 52 കഴിഞ്ഞു. ഭരണം കിട്ടിയിട്ട് ഇപ്പോഴാണ് മുഖ്യമന്ത്രിയാണ്. 82 വയസ്സായിരുന്നത് പറയുന്നുണ്ടോ? ഇല്ല. 1950 ജനിച്ചാണ് രജനീകാന്ത്, 76 വയസ്സായി. പഞ്ചാബ് 76 വയസ്സായി. അവർ പറഞ്ഞിരിക്കുന്നുണ്ടോ? 45 വയസ്സാണ് ക്ഷീണമാണ്. ഉറക്കാണ് ഉറക്കം. ഇപ്പോഴത്തെ കുട്ടികൾ താഴ്ന്നില്ല. ഞായറാഴ്ച 12 മണി ചോറ് നേരാണ് ഇരിക്കുന്നത്. രാവിലെ എണീക്കുമ്പോൾ 1 മണി. നിങ്ങളല്ല, എന്റെ നാട്ടിൽ കുറെ ആയിരിക്കില്ല. ചില വലിയ ആളുകൾ തന്നെയാണ്ടാ. നീ എന്നോട് പറയാ ഉറങ്ങോ വീട്ടിൽ ചിന്തിക്കേണ്ടോ? നമ്മളാ പറഞ്ഞത്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഉണരണം. അത് ഒരു കുളി കൊത്തി ചായ ഉറങ്ങി എന്നാ പിന്നെ വളരെ എന്താ പറയാ നേരിയ കുളികൊത്തല്ലേ ഒന്നും പറഞ്ഞുള്ള കാലം. അതുകൊണ്ട് പ്രവർത്തിക്കാതെ സമയമെത്തിക്കുക. മനസ്സിലായില്ലേ? പ്രവർത്തിച്ച് രക്ഷപ്പെടാൻ പണിയെടുക്കുക. പ്രവർത്തിച്ച് കഴിഞ്ഞു പോകട്ടെ. ഒരു പ്രവർത്തിയും എടുക്കാതെ ദുരുപ്പെടുത്തു പോകുന്നതിനേക്കാൾ വേദം അത് തന്നെയാണ്. ോ കരുണാദാനം ഒരാൾ വെച്ചിരുന്നവരെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് അതുകൊണ്ട് വെച്ചില്ല. ഇത് ഞാൻ ഒരു പണിയെടുക്കാതെ സ്ട്രെസ് ചെയ്ത് 10,000 ആളുകൾ വെച്ചു. സ്ട്രെസ് ചെയ്യാൻ കഴിയുന്നു. വേണ്ടാത്ത സ്ട്രെസ് ചെയ്തത് അവർ പ്രവർത്തിക്കുക. വെറുതെ ഇരുന്ന് തെറ്റിച്ച് മനോരോഗം കൂട്ടി ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കി അതിന്റെ നടുവിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചിന്തയാണ്. ഒരാളൊച്ചത്ത് പറഞ്ഞാൽ അയാളോട് ഒച്ചത്ത് പറഞ്ഞല്ലോ, ഇത് മറ്റുള്ളവർ കേട്ടിട്ടുണ്ടാവില്ലേ, അതിന്റെ വീട്ടിൽ അറിയില്ലേ, ഇപ്പൊ ബന്ധുക്കൾ എന്നെ ഒറ്റപ്പെടുത്തൂലേ, എന്റെ ജോലിയെ ബാധിക്കോ, ആകെ പ്രശ്നം. അയാൾ ഇത് ഓർത്തു വെച്ചത് അയാൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. പക്ഷെ ചിന്തിച്ച് നോക്കിയാൽ ഇവിടെ ഒന്നും സമയമില്ല. ആയുഷ്മിന്റെ ഗണത്തിലുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ അംഗീകരിക്കുന്ന ആയുർവേദ ഗണത്തിലുള്ള ഏറ്റവും ടോപ്പായ പ്രൊഡക്റ്റ് റിസർച്ച് ഓറിയന്റഡ് പ്രൊഡക്റ്റ് അത് കൈമാറുക. മറ്റുള്ളവർ ഗുണമുണ്ടാവും, നമുക്ക് നേട്ടമുണ്ടാവും. ഗുണമെന്ന 10 ഗുണപ്പെടുത്ത 2 പേരും ഞാൻ വന്നോട്ടത് അവരെയും കൂട്ടുക. ഈ പോസിറ്റീവ് ആയിലൂടെ കാണുക. വെറും ഇരിക്കുക. മനസ്സിലായോ? അതുകൊണ്ട് ഇന്ന് മുതൽ തീരുമാനം എടുക്കുക. വളരെ കൃത്യതയോടെ മറ്റുള്ളവരെ കാണാനും തന്നെ കൈപിടിച്ചുകൊണ്ടുവന്ന ലീഡറുടെ എക്സ്പീരിയൻസ് ഉപയോഗപ്പെടുത്തി എനിക്ക് വരാൻ സാധ്യതയാണുണ്ട് എന്ന ബോധത്തോടുകൂടി പ്രവർത്തിക്കുക. ഞാൻ ഇത്തരത്തിൽ വന്നപ്പോൾ ഒരുപാടാണ് റിജക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് റിജക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പട്ടണം വിളിച്ചിട്ടുണ്ട്. എത്രയാ ഞാൻ കാണുന്നതായി തരാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. 6 മാസം നിൽക്കും. ഞാൻ മന്ത്രി മാറുന്നു പറഞ്ഞേ 6 മാസം ആയിട്ടില്ല. കിട്ടിയോ 2,000 ഞങ്ങൾ ആരും കിട്ടുമോ ഞാൻ നോക്കില്ല. ഞാൻ വീട്ടിൽ കാണിച്ചാൽ പോയി ആദ്യം കിട്ടിയാൽ കളിയാക്കോട് കളിയാക്കി ഒരുപാട് റിജക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഞാൻ വിട്ടിട്ട് പോകില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ കളിയാക്കുന്നവർ ഒരു പണിയും എടുക്കാതെ എന്തെങ്കിലും പറഞ്ഞ് വേണ്ടാത്ത ചിന്തയോട് നടക്കുന്നവർ മുമ്പിൽ പ്രവർത്തിച്ച് തെളിയിച്ചു കൊടുക്കാനുള്ള അവസരമായി ഇതിനെ ഉപയോഗപ്പെടുത്തുന്നതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ നെൽസൺ മണ്ടേലയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ പോരടിച്ച ഒരു പോരാളിയാണ് നെൽസൺ മണ്ടേല. 1964 അദ്ദേഹത്തെ കാത്തൂരിൽ അടച്ചു. വേണ്ടാത്ത കേസ് ഉറക്കപ്പെടുത്തി അദ്ദേഹത്തെ കാത്തൂരിൽ അടച്ചു. റോബിൻ ഐലൻഡിലേക്ക് പറഞ്ഞു. റോബിൻ ഐലൻഡിൽ കാത്തൂരിൽ അടക്കിയുണ്ടായത്. അവിടെ ഉണ്ടായിരുന്ന ഒരു കേണലുണ്ട്, പീറ്റർ ജോഹാൻ എന്ന് പറയുന്ന കേണൽ, ക്രൂരനെ ഒരു ദിവസം നെൽസൺ മണ്ടേല കണ്ണ തട്ടി ചവിട്ടി ഒഴിച്ചു. നെൽസൺ മണ്ടേല പോരാളിയാണ്, വീരനാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ പുള്ളിയാണ്, ജയിൽ പുള്ളിയാണ്.
ശാന്തനായിരുന്നു, ക്ഷമയായിരുന്നു. അന്ന് ഭക്ഷണം ഇങ്ങനെ കുടുംബം തട്ടിക്കുന്നു. ഒരു ദിവസം ഭക്ഷണമില്ല. പല ദിവസങ്ങളിലാവട്ടെ കാസർഗോഡ് കയറി ആക്ഷേപം നടത്തി. അവസാനം അദ്ദേഹം ജയിൽമോചനായി ദക്ഷിണാഫ്രിക്കയിലെ ഇലക്ഷനിൽ പ്രസിഡന്റായി. ആ പ്രസിഡന്റ് ഏറ്റെടുക്കുന്ന ചടങ്ങായിരുന്നു. നെൽസൺ മണ്ടേല മുഖ്യാതിഥിയായി ക്ഷണിച്ചത് പീറ്റർ ചൗഹാൻ എന്ന് പറഞ്ഞ കേരളം നിർത്തിക്കൊണ്ട് ആ കിരീടം തട്ടിക്കേറാതെ പ്രക്ഷോഭമില്ലാതെ മധുരമായി പ്രതികരിക്കാൻ കഴിയണം. കളിയാട്ടങ്ങൾക്ക് മുമ്പിൽ വിജയിച്ചുകൊണ്ട് ഏറ്റവും നല്ല പ്രകാരം ഏറ്റവും നല്ല വിജയമായിട്ട് മാറാൻ ഈ അവസരം വിനിയോഗിക്കണം. അത് 2027 നിങ്ങൾ കളിയാക്കിയുടെ മുമ്പിൽ ഞാൻ അതെങ്ങനെയാണെന്ന് കാണിക്കാൻ ഈ ബിസിനസിന്റെ ഏറ്റവും കൃത്യമായ തീരുമാനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് വലിയ നേട്ടങ്ങളുണ്ടാക്കി തീർക്കാൻ ഈ അവസരം വിനിയോഗിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു പണി എടുക്കാതെ എവിടെ എത്താറില്ല. എളുപ്പത്തിൽ നേടുന്നത് നേരിടാതെ നിൽക്കില്ല. പണിയെടുക്കണം. വരുമാനം നിലച്ചാൽ അല്ലെങ്കിൽ തോറ്റുപോയാൽ ആദ്യം ഉപേക്ഷിക്കുന്നത് കുടുംബക്കാർ തന്നെയാണ്. പിന്നീട് മനസ്സിലെടുത്തു അവരുടെ മുന്നിൽ മകര പ്രതികാരമായി വിജയിച്ചു കഴിഞ്ഞ് എത്തിച്ചേർന്ന് ഉപയോഗിക്കണമെന്ന് മാത്രം നമുക്ക് സൂചിപ്പിക്കാറ്. അതുകൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാറില്ല. ചെറിയ കാര്യങ്ങൾ ഒരു പ്രതിഭയല്ല അവർ വിജയം ഉണ്ടാക്കുന്നത്. കണ്ടിന്യൂറ്റിയാണ്. തുടർച്ചയായി ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുക. 10 വർഷം കൊണ്ട് മുമ്പ് ചെയ്ത കാര്യം ഞാൻ വളരെ വൃത്തിയായി ചെയ്ത് ഇവിടെ എത്തി എന്നുള്ളത് കൊണ്ടാണ് ആ ചെറിയ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് WTC-യിലും സീലിംഗും ഒക്കെ ആയിട്ട് ഇവിടെ എത്തിക്കാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇന്ന് അവസരം കിട്ടിയിട്ടുണ്ട്, ഒരുപാട് അവസരം കിട്ടിയിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളെ നേരെ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ മുഷിയൊന്നും ഉറപ്പാണ്. ഇപ്പൊ തന്നെ ഈ ഉറപ്പാണ് നിർത്തുവരെ. അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. വലിയ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരാൻ കമ്പനിയുടെ 13ാമത്തെ വർഷത്തിലേക്ക് പോവുകയാണ്. ചിലർ പറയുന്നത് മഴ വരുന്നു, മഴ ഞാൻ എങ്ങനെ ചെയ്യും? മഴ വന്നു കഴിഞ്ഞല്ലോ, ഇനി അതിനെ പറഞ്ഞു കഴിഞ്ഞില്ല. സ്കൂൾ ഓപ്പണിംഗ് തുറന്ന് 3 ആഴ്ച കഴിഞ്ഞു. ഇനി എന്ത് പറയും? ഈ ഇലക്ഷനാണ്. പുതിയ മന്ത്രിസഭ വന്നു, അവിടെ ബില്ല് അവതരിച്ച് അടച്ചു കഴിഞ്ഞു. ഇനി എന്ത് പറയും? അപ്പോഴാണ് യുദ്ധം നിൽക്കുന്നത്. സമാധാനം യുദ്ധത്തിൽ പിടിച്ചിരുന്നു. 4 ദിവസം മുമ്പ് ഇറാൻ നമ്മൾ ഒപ്പിട്ട് യുദ്ധം കഴിഞ്ഞ് സമാധാനമായി. ഇനി എന്താ പറയുക? ഒന്നും പറയാനില്ല. കൂടെയുള്ളവരെ കൂടെ നിർത്തി പ്രവർത്തിച്ച് മുന്നേറി വലിയ നേട്ടങ്ങൾ ഉണ്ടാകണം. തടസ്സങ്ങൾ ഉണ്ടാകാം, പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം. തകർന്നടിയുമ്പോഴും നിശ്ചലമായിരിക്കുമ്പോഴും നിങ്ങൾ മറ്റുള്ളവരോട് വേദനാക്കപ്പെടാതെ ചിരിച്ച് മുന്നിലൂടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങളെ ഒരു ഘട്ടത്തിൽ പരാജയപ്പെടുത്താൻ കഴിയില്ല. ആ സുന്ദരമായ മനസ്സോടുകൂടി